ആര്യ വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറുന്നതേ ഉള്ളൂ ആ കുടുംബം. ചേട്ടൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമാകുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ദുരിതത്തിലേക്ക് വീണ്ടും ആ കുടുംബം എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോയിയുടെ സഹോദരൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ജോയിയുടെ കുടുംബ വീടാണ് മുൻപിൽ കണ്ട വീട്. അവിടുത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. 2 മുറി വീടാണ്. അതിന് അടുക്കളയില്ല, അതുപോലെ തന്നെ ടോയ്ലറ്റ് അടക്കം കക്കൂസ് അടക്കം ഇല്ലാത്ത ഒരു അവസ്ഥ കൂടെ ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്തേക്ക് കയറി പോകാൻ കൂടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ പ്രദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു പാത ഇതാണ്. ആ പാത ഇടിഞ്ഞ് താഴുന്ന അവസ്ഥയാണത്. കഴിഞ്ഞ മഴയത്ത് ശക്തമായ മഴയത്ത് ഇടിഞ്ഞ് പോയ അവസ്ഥയാണ്. നമ്മൾ ആ പ്രദേശത്ത് തന്നെ നിൽക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് തോന്നി. കാരണം എപ്പോഴും വേണമെങ്കിലും ആ പ്രദേശം ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടുന്ന് മണ്ണിടിച്ചിൽ വളരെ രൂക്ഷമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലൊപ്പം സാമ്പത്തികമായി വലിയ പരാധീനതയിൽ കൂടെയാണ് ആ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്നത്. 80 വയസ്സുള്ള അമ്മയെ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജോയി എന്ത് ജോലിയും ചെയ്യുന്ന ജോയിയാണ് ഈ നാട്ടുകാർക്ക് പരിചയം. വലിയ കഠിനാധ്വാനിയായിരുന്നു. കല്ല് പണിക്ക് പോകുമായിരുന്നു, ഒപ്പം കൂലിപ്പണിക്ക് പോകുമായിരുന്നു. ഈ പ്രദേശത്ത് മഴക്കാലം അടുക്കുന്ന സമയത്തേക്ക് പിന്നെ കൂലിപ്പണി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റ് ജോലികളിലേക്ക് ജോയി പോയി തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത ഒരു കോൺട്രാക്ടർ അദ്ദേഹത്തെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും നിരന്തരമായ അത്തരത്തിൽ ഒരു കോൺട്രാക്ടർ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഈ ഒരു കോൺട്രാക്ടർ ജോലിയിൽ ഏർപ്പെടുന്നതും വെള്ളത്തിൽ വീഴുന്ന ഒരു അമേഴിഞ്ഞാൻ തോടിൽ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നാട്ടുകാരടക്കം ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. അമ്മയടക്കമുള്ളവർ തീരെ മാനസികമായി ദുരിതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതികരണത്തിലേക്കൊന്നും മുതിരുന്നില്ല. ബന്ധുക്കളടക്കം എല്ലാവരും വലിയ ദുരിതത്തിൽ തന്നെയാണ്. നാട്ടുകാരൊക്കെ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വേദനയിലുമായിരിക്കും ആ കുടുംബം. ആ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് മകൻ ജോയിയാണ്. മറ്റ് മക്കളൊക്കെ മാറി താമസിക്കുകയാണ്. ഇപ്പോൾ ഗോകുലിന് മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ട് കയറാൻ കഴിയില്ല. കാരണം ഏത് സമയവും മണ്ണിടിഞ്ഞ് വീഴാവുന്ന ഒരു സ്ഥലം. റോഡിന് 3 ആൾ പൊക്കത്തിൽ അത്രയും ദുർഘടമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ചു വേണം ആ വീട്ടിലേക്ക് എത്താൻ. അത്രയും പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമ്മ പറയുന്നുണ്ടായിരുന്നു, എന്ത് ജോലിക്ക് വിളിച്ചാലും ആര് വിളിച്ചാലും ജോയ് പോകും. എത്ര അവശനാണെങ്കിലും ശരി, എത്ര അസുഖമുണ്ടെങ്കിലും ശരി, ജോയ് പോകും. കാരണം അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനൊക്കെ ജോയ് ജോലിക്ക് പോയിട്ട് വേണം, പണം കിട്ടിയിട്ട് വേണം ആ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പം അമ്മയും ജോയും എല്ലാ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ പണിക്ക് പോകും. 5 മണിയോടുകൂടി തിരിച്ചു വരും. ഇന്നലെ പക്ഷേ 5 മണിക്ക് ജോയ് വന്നില്ല. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ആ മാലിന്യത്തോട്ടിലേക്ക് ജോയ് ഇറങ്ങിയത്.